വെൽക്കം ബാക്ക് ടു എംഫേവർ ലേണിംഗ് ആപ്പ്. 2024 കേരള PSC ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നടത്താനിരിക്കുന്ന ഏറ്റവും ഗ്ലാമർ കൂടിയ തസ്തികകളിൽ ഒന്നായ LSGI സെക്രട്ടറി, അതുപോലെ നമ്മുടെ പയ്യന്മാരുടെ ഇഷ്ടജോലിയായ സബ് ഇൻസ്പെക്ടർ കേരള പോലീസ്, ഈ രണ്ട് പരീക്ഷകൾക്കും വേണ്ടി, അതുപോലെ കേസ് നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന LSGI സെക്രട്ടറി പരീക്ഷയ്ക്കായുള്ള കോഴ്സിന്റെ ആരംഭമാണ് ഇന്നിവിടെ എംഫേവർ ലേണിംഗ് ആപ്പിൽ നടക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ട്രാറ്റജി അഥവാ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഏതൊരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് എന്ന് വിശ്വസിക്കുന്നവർക്ക് പോലും 100% റാങ്ക് അല്ലെങ്കിൽ സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു കോഴ്സും ഇതിലെ പ്രധാനപ്പെട്ട പ്രൊസീഡിങ്സും മറ്റുമെല്ലാം നമുക്ക് ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നത്? ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ്, വിവിധ ഘട്ടങ്ങളിലായിട്ട് നടക്കും എന്നുള്ളപ്പോൾ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് മെയിൻസിനെ കൂടി കണ്ടുകൊണ്ട്, അതായത് ഇതൊരു പ്രിലിമിനറി കോഴ്സാണ്, പക്ഷേ മെയിൻസിനെ കൂടി നമ്മൾ ഓർത്ത് വെച്ചുകൊണ്ട് അതിനെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനു കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്ത് ക്ലാസ് നോട്ടുകൾ നൽകിയും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്ന് തന്നെയാണ് ഈ ഒരു കോഴ്സിന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. എംഫേവർ ലേണിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ www.mfavor.com വഴിയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറിൽ നിന്നും. ഓക്കെ, അപ്പോ കോഴ്സ് ഫീച്ചേഴ്സിലേക്ക് പോവുകയാണ്. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള നമ്മുടെ ഒരു സ്ട്രാറ്റജിയാണിത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കരുതി വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡെയിലി സ്റ്റഡി ടൈം ടേബിൾ ആണ്. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ ഏറ്റവും നല്ല സമയം നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ അഥവാ ടൈം ടേബിൾ ആണ് ബ്രേക്കില്ലാതെ നിങ്ങൾക്ക് ലഭിക്കുക. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകൾ അവിടെ ഷെഡ്യൂൾ ചെയ്യപ്പെടും. മാത്രമല്ല സൺഡേസിൽ തന്നെ ആ ഒരു പർട്ടിക്കുലർ വീക്കിലെ ടൈം ടേബിൾ നിങ്ങളുടെ ആപ്പിനുള്ളിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് പ്രകാരം കൃത്യസമയത്ത് ലൈവിൽ കയറാം. ഇനി ലൈവിൽ കയറാൻ അസൗകര്യമുള്ളവർക്ക് ആയതിന്റെ റെക്കോർഡിങ്സും എല്ലാ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. വീട്ടമ്മമാർക്കൊക്കെ ലൈവ് കൃത്യസമയത്ത് കാണാൻ പറ്റണമെന്നില്ലല്ലോ, ജോലിക്കൊക്കെ പോകുന്നവർ, അവർക്കെല്ലാം എനി ടൈം വാച്ചബിൾ. നിങ്ങൾക്ക് ഏത് സമയത്തും ആപ്പിനുള്ളിൽ അല്ലെ, ആൻഡ്രോയിഡ് ഫോൺ വഴിയോ അല്ലെങ്കിൽ ഐഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ www.mfavor.com സൈറ്റ് വഴിയോ ക്ലാസ്സുകൾ പൂർണ്ണമായും കണ്ട് രസിക്കാം, പഠിക്കാം. നോട്ടുകൾ പൂർണ്ണമായും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ആദ്യത്തെ സ്റ്റഡി സ്ട്രാറ്റജിയുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ്. ഡെയിലി സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ടൈം ടേബിൾ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഉദ്യോഗാർത്ഥിക്കും സാധ്യമല്ല. എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാവുന്നില്ല. കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ സിലബസിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഏരിയയിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നത് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും ഡെയിലി സ്റ്റഡി ടൈം ടേബിളിലൂടെ. ഈ ടൈം ടേബിൾ എന്ന് പറയുന്നതും ക്ലാസ്സുകളും നോട്ടുകളും വെറുതെ അല്ല. ഇത് നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് കൃത്യമായി അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാ സൺഡേയും 8 മണിക്ക് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഈ പറയുന്ന 8 മണിക്ക് തന്നെ നിങ്ങൾ കയറി ചെയ്യണമെന്നൊന്നുമില്ല. ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. ബട്ട് മാൻഡേറ്ററി ആണ്, മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. 20 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ് അവിടെ വരുന്നത്. മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ സ്റ്റഡി
അല്ലെ ഈ പറയുന്ന സ്റ്റഡി പ്ലാനിൽ മുഴുകയും സാറ്റർഡേ സൺഡേസിൽ നിങ്ങൾക്ക് തന്നെ പെൻഡിങ്ങോ അല്ലെങ്കിൽ മറ്റ് റിവിഷനോ നടത്തി 8 മണിക്ക് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മോക്ക് ടെസ്റ്റും ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ക്ലാസ്സുകൾ ലൈവ് ആണെങ്കിലും എല്ലാം പുതുപുത്തൻ ക്ലാസ്സുകളാ. ഒന്നുപോലും എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പഴയ റെക്കോർഡഡ് സെഷൻസോ അങ്ങനെ ഒന്നും വരുന്നില്ല. കാലാകാലങ്ങൾ 3-4 വർഷമുള്ള റെക്കോർഡ് സെഷൻസ് ആണ് പലയിടങ്ങളിൽ ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 1000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് പുറത്ത് കിട്ടുമായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്താണ്, കംപ്ലീറ്റ് അപ്ഡേറ്റഡ് കേരള PSCയുടെ ന്യൂ പാറ്റേൺ. കേരള PSCയുടെ ന്യൂ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് എടുത്തിട്ട് കളിക്കാൻ പറ്റത്തില്ല. അതിന് ആ പാറ്റേൺ ട്രെൻഡ് ഓരോ പരീക്ഷകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. PSCയുടെ പാറ്റേണും PSCയുടെ ട്രെൻഡും ഓരോ പരീക്ഷയിലും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കേരള PSC നടത്തിയ 100ഓളം പരീക്ഷാ ചോദ്യങ്ങൾ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഓരോ പരീക്ഷയിലും കേരള PSCയുടെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആവും. ഇനി ക്ലാസ് റൂം നോട്ട്സ്, നമ്മുടെ സിഗ്നേച്ചർ നോട്ടുകൾ മാത്രം മതി. മറ്റ് റാങ്ക് ഫയലുകളെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. റാങ്ക് ഫയലുകൾ ആദ്യം വാങ്ങിച്ചു വെച്ച് പഠിക്കാൻ നിങ്ങൾക്ക് നല്ല സുഖം ഉണ്ടായിരിക്കും, നല്ല മണവും ഉണ്ടായിരിക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ അത് കാണുന്നത് തന്നെ നിങ്ങൾക്ക് പേടി വന്നു തുടങ്ങും, അല്ലെങ്കിൽ അനാവശ്യമായ സമ്മർദ്ദങ്ങൾ റാങ്ക് ഫയൽ സൃഷ്ടിക്കുമെന്നുള്ളതാണ്. എത്ര പേജ് മറിച്ചാലും ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് തീർക്കാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷെ ഇവിടെയാണെങ്കിലോ ഒരൊറ്റ ടോപ്പിക്, ബേസിക് മുതൽ അഡ്വാൻസ് സ്റ്റേജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരൊറ്റ PDF-ലൂടെ അല്ലെങ്കിൽ ഒരൊറ്റ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം. ഇനി എക്സ്ട്രാ റാങ്ക് മേക്കിംഗ് നോട്ട്സും വരുന്നുണ്ട്, അതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കേരള PSC നടത്തിയിട്ടുള്ള കേരള PSCയുടെ പരിഷ്കരിച്ച 100ഓളം ചോദ്യപേപ്പറുകളും ആ ചോദ്യപേപ്പറിൽ തന്നെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് അടയാളപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ PDF രൂപത്തിൽ തന്നെ നിങ്ങളുടെ ആപ്പിനുള്ളിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, അതിനെ ടോപ്പിക് വൈസ് ക്രോഡീകരിച്ചുകൊണ്ട് അതിന്മേൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഓരോ ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളും പഠിക്കുന്നതിലൂടെ തന്നെ ആദ്യമേ തന്നെ ഈ പറയുന്ന ക്ലാസ്സുകൾ ഓരോന്നായി ടോപ്പിക് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ റിവിഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, ആദ്യ ഘട്ടം മുതൽ തന്നെ നിങ്ങളുടെ റിവിഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്ന സംഗതി കൂടി ഞാനിവിടെ നിങ്ങൾക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഓൾറെഡി പഠിച്ചു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവാം, അല്ലെ, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന കുട്ടികൾക്കൊക്കെ അഡ്വാൻസ് സ്റ്റേജിലേക്കുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കുവാനും അല്ലെങ്കിൽ പുതുതായിട്ട് അറിയുവാനും ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പോളിറ്റി, സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും കയറി വരുന്ന ഭാഗവും അതുപോലെ തന്നെ കേരള ഭരണരംഗവും അതുപോലെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ. ഇനി നമ്മുടെ കോഴ്സിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. എന്നാലും ഇഫ് നീഡഡ് പോസിബിൾ ആയിട്ടുള്ള ഇടങ്ങളിൽ നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ കേരള PSC മലയാളവൽക്കരിക്കുമ്പോൾ തെറ്റമ്മയും പോറ്റമ്മയും മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ചോദ്യം മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാവാത്ത ഒരു സാഹചര്യം. അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കയറി വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് തന്നെയാണ്. അതുകൊണ്ട് അത്തരം ചില ഏരിയകൾ മാത്രം നമ്മൾ ഇംഗ്ലീഷിൽ കവർ ചെയ്യും. അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരുവിധ കൺഫ്യൂഷനും ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില കടുകെട്ടി വാക്കുകൾ. ഇവിടെ കടുകെട്ടി മലയാളമേ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് പോലും ഇംഗ്ലീഷുകാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മൾ സംസാരിക്കുന്ന ഈസി മലയാളം, അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷുകാർക്ക് കൂടി ഈ പറയുന്ന ഈസി മലയാളത്തിലൂടെ നമ്മുടെ ക്ലാസ്സുകളും നോട്ടുകളും കണ്ടുപിടിക്കാം. കടുകട്ടി മലയാളമില്ല. പ്രത്യേകിച്ച് എന്റെ ക്ലാസ്സുകളിൽ മലയാളമാണ് എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അതിന്റെ ഇംഗ്ലീഷും പറഞ്ഞു പോകുന്ന രീതിയാണ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി ഡയറക്റ്റ് മെന്റർഷിപ്പ് ആണ്. ഇത് നമ്മുടെ സ്വന്തം പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സ്വന്തം പിള്ളേര് ജയിച്ചു വരിക എന്നുള്ളതാണ് നമ്മുടെ അന്തിമ വിജയം എന്ന് പറയുന്നത്. അത് ഉറപ്പാക്കാനായിട്ട് നിങ്ങളെ കൂടെ സദാ സമയം 24 മണിക്കൂറും എന്ന് പറയുന്നത് നിങ്ങൾ ജയിക്കണം. പണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, നിങ്ങൾക്ക് ഒരു ജോലി വേണം, ഒരു സർക്കാർ ജോലി വേണം, ജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ സദാ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും ഉറങ്ങുമ്പോഴും കഴിക്കുമ്പോഴും എന്നിട്ട് ഒരു ചെറിയൊരു 5 മിനിറ്റിന്റെ ബ്രേക്ക് കിട്ടുമ്പോൾ പോലും എനിക്ക് ജയിക്കണം, ഒരു സർക്കാർ ജോലി കിട്ടണം, നിവർന്ന് നിൽക്കണം, ജയിക്കണം എന്നൊക്കെയുള്ള ചിന്തയാണല്ലോ. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ജയിക്കണമെന്ന ചിന്തയാണ് എന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ സദാസമയം എനിക്ക് പറ്റാവുന്നതിന്റെ അപ്പുറം ഞാൻ എന്ത് ചെയ്യും, നിങ്ങളോടൊപ്പം കഴിവതും നിന്നുകൊണ്ട് തന്നെ മെന്റർഷിപ്പ് ഡയറക്റ്റ് ആയിട്ട് നൽകുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, രാത്രികളിൽ പോലും ഈ പറയുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും മറ്റുമെല്ലാം കൊടുക്കാൻ
നമ്മുടെ ടീം സജ്ജമായിട്ടുണ്ട്. ഇനി അടുത്ത ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് 100 മാർക്കിന്റെ ടെസ്റ്റ് സീരീസ്. 100 മാർക്കിന്റെ ടെസ്റ്റ് സീരീസ് എന്ത്, നമുക്ക് ആദ്യമേ കയറി കളിക്കാൻ പറ്റത്തില്ല. എന്ത്, നമ്മുടെ സിലബസ് അത്യാവശ്യം ഒന്ന് കവർ ചെയ്തതിന് ശേഷമേ 100 മാർക്കിന്റെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. 10ൽ കുറയാത്ത 100 മാർക്കിന്റെ ടെസ്റ്റ് സീരീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ പുതുതായിട്ട് കോഴ്സ് എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സിലബസ് തീരുന്നതിനനുസരിച്ച് അറ്റൻഡ് ചെയ്യാൻ കൂടുതൽ ഒരു കോൺഫിഡൻസും ഒരു ഭയമില്ലായ്മയും ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിന്റെ പോക്ക് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഡെയിലി മോട്ടിവേഷനും മറ്റ് ഗൈഡൻസും ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരുന്നത്. ഇനി കറണ്ട് അഫയർ ബേസ്ഡ് ഓൺ ന്യൂസ് പേപ്പർ ആണ്, ഡൈനാമിക് ട്രാക്കിംഗ് ആണ്. അതായത് നമ്മുടെ പരീക്ഷ അല്ലെ, ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി നമ്മുടെ ആദ്യഘട്ടത്തെ പരീക്ഷ ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തെ പരീക്ഷ ആരംഭിക്കപ്പോൾ കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ജനുവരി 1 മുതൽ അല്ലെ ഈ പറയുന്ന പരീക്ഷ തുടങ്ങുന്നതിന് ഒരു മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫയർ വരെ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്തിരിക്കും എന്നുള്ളതാണ്. കവർ ചെയ്തിരിക്കും. അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് അഫയർ ട്രാക്ക് ചെയ്യും. അതും ന്യൂസ് പേപ്പർ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഏതൊരു ഘട്ടത്തിലും നമുക്ക് കറണ്ട് അഫയർ ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും കിട്ടണം. അത് തന്നെയാണ്, അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് എന്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ന്യൂസ് പേപ്പർ ഒക്കെ എടുത്ത് വായിച്ചു നോക്കുന്നേ? ഉത്തരങ്ങൾ കിട്ടണ്ടേ അല്ലേ? ഒരു ചോദ്യം കിട്ടില്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അപ്പോ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം വർക്ക് ചെയ്യും. അപ്പോ ഇനി നോക്കാം, സ്റ്റുഡന്റ് ട്രാക്കിംഗ് സിസ്റ്റം. ഇതൊക്കെ തന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വഴിക്ക് വെച്ചിട്ട് നിങ്ങളുടെ വേറെ കാര്യങ്ങളുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ അനുവദനീയമല്ല. എന്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ നമ്മളോടൊപ്പം കട്ടയ്ക്ക് നിൽക്കണം, നമ്മളും തിരിച്ച് കട്ടയ്ക്ക് നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോകുന്നവരെ ഒരിക്കലും നമുക്ക് പരിഗണിക്കാൻ സാധ്യമല്ല. ഇനി വാലിഡിറ്റി അപ് ടു എക്സാം ആണ്. പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞാൽ അവസാനത്തെ എക്സാം ജൂൺ വരെയല്ലേ, അതുവരെ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ട്. അവസാനത്തെ എക്സാം എന്നാണോ അതുവരെ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. മാത്രമല്ല മെയിൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൂടി, സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി, അതിനും കൂടി അഡ്വാൻസ് ലെവലിലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ കൃത്യമായ ഡിസിപ്ലിൻ നമ്മുടെ ഗൈഡ് ലൈൻസ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി ആക്സസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ രസം എന്ന് പറയുന്നത്. നമ്മൾ ഫോൺ നോക്കി പഠിക്കുക എന്നുള്ളതൊക്കെ പണ്ട്. ഇന്നിപ്പോ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ച് www.mfavor.com എടുക്കുക. അതുവഴി നിങ്ങൾക്ക് നേരിട്ട് ലോഗിൻ ചെയ്യാം അല്ലെ. ഓൾറെഡി സൈനപ്പ് ചെയ്തവർക്ക് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ പുതുതായിട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ സൈനപ്പ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ഒരു മെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. ആപ്പിനുള്ളിൽ എന്ന് മാത്രമല്ല ലാപ്ടോപ്പിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. ഒരു സ്റ്റുഡന്റിന് പ്രത്യക്ഷത്തിൽ 2 ആക്സസ് ആണ് ഇവിടെ കിട്ടുന്നത്. 2 ആക്സസ് ആണ് കിട്ടുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അറ്റ് എനി കോസ്റ്റ് ഏതൊരു വേസ്റ്റ് സിറ്റുവേഷനിലും ഒരു ബിലോ ആവറേജ് ആണ് എന്ന് സ്വയം അഹങ്കരിക്കാത്ത ഒരു സ്റ്റുഡന്റിനെ കൊണ്ട് ഈ കുറച്ച് നാളുകൾ കൊണ്ട് ഡിഗ്രി ലെവൽ പിടിപ്പിച്ചിരിക്കും എന്നുള്ളതാണ്. പ്രിലിമിനറി പിടിച്ചിരിക്കും, മെയിൻസിന് വേണ്ടിയിട്ടുള്ള ബാക്കി സംവിധാനങ്ങളും സെറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഇതൊരു പ്രിലിമിനറി കോഴ്സാണ്. താല്പര്യമുള്ളവർക്ക് എംഫേവർ ആപ്പ് വഴി നേരിട്ട് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, എന്താണ് എന്റെ ലക്ഷ്യം എന്നുള്ളതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരാനിരിക്കുന്നത്. പക്ഷെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ചുമ്മാ അങ്ങ് കട്ട് ഓഫ് കടന്നാൽ പോരാ. നമ്മൾ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? LSTI സെക്രട്ടറി ആവാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ അന്തിമമായിട്ട് സബ് ഇൻസ്പെക്ടർ ആകാൻ വേണ്ടിയിട്ടാ. അതിന് നമുക്ക് മെയിൻസും കൂടി നമ്മുടെ കയ്യിൽ നിൽക്കണം. പലപ്പോഴും ഞാൻ കാണാറുണ്ട്, പ്രിലിമിനറി പാസ്സായിട്ടും ചില ഉദ്യോഗാർത്ഥികൾക്ക് മെയിൻസ് കടക്കാൻ സാധിക്കുന്നില്ല. അതിന് അവര് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്നു, മെയിൻസ് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള, അല്ലെങ്കിൽ മറ്റൊരു കാര്യം ലിസ്റ്റ് വരുമ്പോൾ പറയും ആളുകളെ കുറച്ചെടുത്തു. ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ മാത്രമേ കേരള PSC ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. ആ ലിസ്റ്റിൽ വന്നവർക്ക് വരാമെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ നെഗറ്റീവും അല്ലെങ്കിൽ സ്വന്തം കുറ്റത്തെ പോലും അംഗീകരിക്കാൻ കഴിയാതെ PSCയുടെ തലയിൽ അല്ലെങ്കിൽ പഠിക്കുന്നിടത്തും വെച്ച് തട്ടിക്കൊടുക്കാതെ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുറ്റം മനസ്സിലാക്കണം. ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അവരോടൊപ്പം അത്ര എത്തി നിന്ന് പഠിച്ചില്ല, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പരീക്ഷാ ഹാളിൽ അപ്ലൈ ചെയ്തില്ല എന്നതുകൊണ്ടാണ് എനിക്ക് തോൽവി സംഭവിച്ചത് എന്ന് വെച്ചാൽ ഞാൻ അവസാനിക്കുന്നില്ല, ഞാൻ ഇനിയും ട്രൈ ചെയ്യും. എനിക്ക് അവസരമുണ്ട്,
എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, നമ്മുടെ പ്രിലിമിനറി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഹിസ്റ്ററി എന്ന് പറയുന്ന 10 മാർക്കാ. ഒന്ന് നോക്കിയേ, ഹിസ്റ്ററി 10 മാർക്കാ. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി മെഡീവൽ തൊട്ട് വരുന്നുണ്ട്. LDCക്ക് അതില്ല, പക്ഷെ ഡിഗ്രി ലെവലിന് മെഡീവൽ തൊട്ട് വരുന്നുണ്ട് അല്ലേ? KSകാർക്കാണെങ്കിൽ ഏൻഷ്യന്റ് തൊട്ട് വരുന്നുണ്ട്. അപ്പൊ KSകാർക്ക് നമ്മുടെ ഈ കോഴ്സ് ഉപയോഗപ്പെടും. കാരണം മെഡീവൽ ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിന്റെ അകത്ത് കയറി വരുന്നുണ്ട്. അറൈവൽ ഓഫ് യൂറോപ്യൻസ് മുതലുള്ള കേരള ഹിസ്റ്ററിയും വരുന്നുണ്ട്. 10 മാർക്കാണ് മക്കളെ. 10 മാർക്ക് എന്ന് പറയുന്ന ചുമ്മാ അങ്ങ് കിട്ടത്തില്ല. ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കും കേരള ആർക്കൈവ്സും മറ്റ് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മൾ പഠിക്കുന്നത്. SCERT പാഠപുസ്തകവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ കൃത്യമായ അളവുകോൽ വെച്ച് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത് നോട്ടുകളുണ്ട്. ആ നോട്ടുകളിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് വേറെ ചോദ്യങ്ങൾ ഉണ്ടാവത്തില്ല. PSC ബുള്ളറ്റിനും നമ്മൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജോഗ്രഫി. ജോഗ്രഫി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സമ്പാദിക്കുക. ജോഗ്രഫി എന്ന് പറയുന്നത് 5 മാർക്കേ ഉള്ളൂ. പക്ഷേ എന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും ഒക്കെ ഏകദേശം പഠിക്കാം. പക്ഷെ വേൾഡ് അല്ലെങ്കിൽ ഫിസിയോഗ്രാഫി പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഓഷ്യൻ കറണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പഠിക്കാൻ സുഖമാണ്, ഓർത്ത് വെച്ച് ഉത്തരം കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് പല ഉദ്യോഗാർത്ഥികൾക്ക് സംഭവിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്തായാലും പഠിക്കും. സിലബസ് മുഴുവൻ കവർ ചെയ്ത് നമുക്ക് പഠിക്കണം. പക്ഷേ നമുക്ക് മാർക്ക് വാങ്ങണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി നന്നായിട്ട് വെടിപ്പായിട്ട് പഠിക്കണം. ഇവിടെ കൊടുക്കുന്ന അത്രയും ഫോക്കസ് വേൾഡ് ജോഗ്രഫിയിൽ കൊടുക്കാൻ നിൽക്കണ്ട. കൂടിപ്പോയാൽ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് എത്ര മണിക്കൂർ നിങ്ങൾ കളയണം. പക്ഷേ പൂർണ്ണതയ്ക്ക് വേണ്ടി വേൾഡ് ജോഗ്രഫി നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, മുഴുവൻ മാർക്ക് വേണമെങ്കിൽ ഓക്കെ. ഇനി എക്കണോമിക്സിലേക്ക് വാ. 5 മാർക്കാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ചുമ്മാ കിട്ടത്തില്ല 5 മാർക്ക്. ചുമ്മാ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ വെച്ച് പഠിച്ചാൽ മാത്രം പോരാ. എക്കണോമിക്സിനെ കണക്ട് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ബഡ്ജറ്റും പുതിയ പദ്ധതികളും പുതിയ ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റ് അവബോധ പരിപാടികളും ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ ആയിക്കോട്ടെ കേരള സർക്കാരിന്റെ ആയിക്കോട്ടെ അതെല്ലാം ഇരച്ചു കയറി വരുന്നുണ്ട് എക്കണോമിക്സിൽ. 5 മാർക്ക് ഉണ്ടെങ്കിൽ 2 മാർക്കും ഈ പറയുന്ന കേരള PSC കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. അതുകൊണ്ട് തന്നെ എക്കണോമിക്സിൽ 5 നേടാനായിട്ട് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഇനി സിവിക്സ് നോക്കിക്കേ. സിവിക്സ് എന്ന് പറയുന്നത് 5 മാർക്കാണ് അല്ലെ? ശരിക്കും നമ്മുടെ UPSC സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ സിവിൽ സർവീസ് പ്രിലിംസിൽ ഈ പറയുന്ന സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കൂടെ ചേർത്തിട്ടാണ് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് 10 മാർക്കാണ്. 5 10 മാർക്കാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മാർക്ക് മേടിക്കണമെങ്കിൽ ചുമ്മാ അങ്ങ് പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ അങ്ങ് വച്ച് പഠിച്ചങ്ങ് തള്ളിവിട്ടാൽ പോരാ. കാരണം ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അപ്ലൈ ചെയ്യാനുള്ള മൂള നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ, അതായത് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കേരള PSC ചോദിച്ച ഈ ഒരു ഭാഗത്ത് നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിരിക്കും. ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. പോരാഞ്ഞിട്ട് സിവിൽ സർവീസ് ലെവലിൽ ചോദിച്ച ചോദ്യങ്ങളെ പോലും നമ്മൾ കൊണ്ടുവന്ന് അതിൻ്റെതായ രീതിയിൽ ഇവിടെ ഡീകോഡ് ചെയ്യും. ഓക്കെ, കാരണം കേരള PSC ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതർ സ്റ്റേറ്റ്, തമിഴ്നാട്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിലെ സിവിൽ സർവീസ്, അവരുടെ സ്റ്റേറ്റ് സിവിൽ സർവീസ് പരീക്ഷയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതേപടി UPSC നിന്നൊക്കെ അതേപടി ചില ചോദ്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ ഓപ്ഷൻസ് പോലും മാറാതെ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കണ്ടന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ്, ഇതിൽ ആർട്സ്, ലിറ്ററേച്ചർ പിന്നെയും പോട്ടെ. സ്പോർട്സ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ആദ്യമേ തുറന്നു പറയുന്നു. 10 മാർക്കിൽ ഇവിടെയാണ് പല ഉദ്യോഗാർത്ഥികളും പിന്നോട്ട് പോകുന്നത്. പല ഡിഗ്രി ലെവൽ എക്സാം എടുത്തു നോക്കിയാലും ഉദ്യോഗാർത്ഥികൾ മാർക്കിന്റെ കാര്യത്തിൽ പിന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനം ഈ പറയുന്ന ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സിന് 10 മാർക്ക് ഉള്ളത് കൊണ്ടാണ്. ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് സ്പോർട്സിലെ ചോദ്യങ്ങളിൽ പെൺകുട്ടികൾ പുറകോട്ട് പോകുന്നു, എന്തിന് ആൺകുട്ടികൾ പോലും പുറകോട്ട് പോകുന്നു. പക്ഷേ സ്പോർട്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ സ്പോർട്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കും. എന്നാൽ പഴയകാല അല്ലെങ്കിൽ ഒരു ദ്രോണാചാര്യ അവാർഡ് എന്നാണ് ആരംഭിച്ചത്, അർജുന അവാർഡ് പുരസ്കാരം നേടിയ ആദ്യ ക്രിക്കറ്റ് കളിക്കാരൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പക്ഷെ ഫോക്കസ് ചെയ്യും സ്പോർട്സിൽ കറണ്ട്
കൾച്ചർ വളരെ ഈസിയാണ്. കേരള റിലേറ്റഡ് ആയിട്ടുള്ള സംസ്കാരം, കേരളത്തിലെ വിവിധ കലാ സാംസ്കാരിക സ്ഥാപനങ്ങളും കേരളത്തിന്റെ കലകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ തന്നെ കേരള PSC ഈ ലിറ്ററേച്ചർ വിഭാഗത്തിൽ സാധാരണയായിട്ട് ഇവിടെയും ലിറ്ററേച്ചറിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആണ്. പുതിയ പുരസ്കാര ജേതാക്കളെ പറ്റിയും പഴയകാല പുരസ്കാര ജേതാക്കളെ കണക്ട് ചെയ്യുന്ന പഴയകാല, അതായത് ഏതെങ്കിലും സാഹിത്യകാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പഴയകാല ഏതെങ്കിലും അവാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണമോ അല്ലെങ്കിൽ കൃതിയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ട്രാക്ക് ചെയ്ത് സെറ്റ് ചെയ്യും. പിന്നെ ആർട്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. സാധാരണ രീതിയിൽ ഡിഗ്രി ലെവൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഈ ഒരു 10 ചോദ്യങ്ങളിൽ നിന്നും ഏറിപ്പോയാൽ ശരി ആയിട്ട് വരുന്നത് 4 ചോദ്യങ്ങൾ മാത്രമായിരിക്കും, ആവറേജ് കണക്കിൽ 4. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? എബോവ് 7 നേടിയെടുക്കണം അറ്റ് എനി കോസ്റ്റ്. വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ അത്രമാത്രം എഫേർട്ട് നമ്മൾ ഇവിടെ കൊടുക്കും. അത്രമാത്രം എഫേർട്ട് നമ്മൾ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അതിനനുസരിച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കും. ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, SCRT പാഠപുസ്തകത്തിൽ നിന്നും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കയറി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 5 മാർക്കിൽ 5 സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് SCRTയും പഴയകാല ചോദ്യങ്ങളും കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചെടുക്കണം. ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് പോകുമ്പോൾ ഇവിടെ 5 ക്വസ്റ്റ്യൻ ആണ്. 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരുപാട് ശാസ്ത്രജ്ഞരെ കുറിച്ച്, ഒരുപാടൊന്നുമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞര്, സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ മിഷനും മറ്റ് പോളിസികളും ഇന്ത്യ ഗവൺമെന്റിന്റെ പോളിസികളൊക്കെ ഒന്ന് വായിച്ചാൽ മാത്രം മതി. അതിലേക്ക് കൂടുതൽ തലയിൽ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ബട്ട് ISRO DRDO പോലുള്ള ISRO DRDO പോലുള്ള വമ്പൻ സാധനങ്ങളുടെ A to Z കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരുന്നുണ്ട്. അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഈസി. അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഏറ്റവും ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്തെടുത്ത ഡീകോഡ് ചെയ്ത നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല എൻവയറമെന്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഏരിയയും നമുക്ക്, അതുപോലെ തന്നെ എനർജി റിസോഴ്സസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അത്രയും ഞാൻ സിമ്പിൾ എന്ന് പറയുന്നത് വെച്ചാൽ ഈ എക്സാം അത്ര സിമ്പിൾ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം നോട്ടുകൾ അത്രയും സിമ്പിൾ ആണ്. ഒരു ഉദ്യോഗാർത്ഥിക്ക് ക്ലാസ് കണ്ടില്ലെങ്കിലും നോട്ട് വായിച്ചാൽ സൂപ്പർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ മാത്സ് ആൻഡ് റീസണിങ് 20 മാർക്കാണ്. GK വളരെ മോശമെന്ന് കരുതുന്ന ഉദ്യോഗാർത്ഥികൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എൻ്റെ ലക്ഷ്യം 20 മാത്സ് ആൻഡ് റീസണിങ്, 20 ഇംഗ്ലീഷ്, 10 മലയാളം. ഈ 50ൽ കുറഞ്ഞത് വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ 35 കിട്ടിയാലും ബാക്കി GK പിടിച്ചെടുത്താലും ഞാൻ കട്ട് ഓഫ് എടുക്കും അല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ റിസൾട്ട് വന്നപ്പോൾ എത്രയായിരുന്നു? 55 മേലെ ആയിപ്പോയി അല്ലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോ ശ്രദ്ധിക്കണം, 20ഉം 10ഉം ആകെ മൊത്തം അത് പക്ഷേ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും പ്രധാനമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ 700ഓളം പേരാണ് മെയിൻ ലിസ്റ്റിൽ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ 20ഉം 10 എന്ന് പറയുന്നത് 50 മാർക്കിൽ എന്നെ സംബന്ധിച്ച് ഏതൊരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലും 40-44 ശരി ഉത്തരങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 40-44. അതുകൊണ്ട് തന്നെ മാത്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ക്വസ്റ്റ്യൻസ് എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റൂ അത്രത്തോളം മാർക്ക് നമ്മുടെ കയ്യിൽ ഉറപ്പാകും. ഇനി ഇംഗ്ലീഷ് സിമ്പിൾ ആണ്, സ്റ്റീരിയോ ടൈപ്പിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും രമ മാറി രേഷ്മ വരുന്നു, ഈസ് മാറി വാസ് വരുന്നു, ഇതൊക്കെ തന്നെയാണ്. പിന്നെ വൊക്കാബുലറി എന്ന് പറയുന്നത് ദ ഹിന്ദു തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഹിന്ദു വൊക്കാബ്സ് ഒരു സ്റ്റീരിയോ ടൈപ്പിക് ആയിട്ടുള്ള പാറ്റേൺ ആണ് കേരള PSC ഫോളോ ചെയ്യുന്നത്. ആ 20 മാർക്കിൽ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യണം? ഒരു 18 മാർക്കെങ്കിലും നേടിയാൽ ഇറ്റ്സ് ഗുഡ്. ഇനി ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണെങ്കിൽ, മലയാളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ആവറേജ് എത്രയൊക്കെ പഠിച്ചിട്ട് പോയാലും ഒരു ആവറേജ് സ്റ്റുഡന്റിന് 7 to 8 വരെ പിടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് മാത്സ് ആൻഡ് റീസണിങ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് കൂടിപ്പോയാൽ 2-3 ചോദ്യങ്ങൾ മാത്രമേ തെറ്റാറുള്ളൂ. സത്യമല്ലേ? നന്നായിട്ട് പഠിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് കൂടിപ്പോയാൽ. ഓക്കെ, അപ്പോൾ സ്വയം നിങ്ങൾ ബിലോ ആവറേജ് ആണെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അവരെയെല്ലാം
എബോ ആവറേജിൽ നിന്നും എക്സലന്റിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഈ ഒരു 3 മാസം കൊണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് അർപ്പിക്കുക, പഠനത്തിലേക്ക് അർപ്പിക്കുക. ഇത് നിങ്ങൾക്ക് ഒരു അവസരമാണ്. 2024 പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റോ മറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ മറ്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റോ ഡിഗ്രി ലെവൽ പരീക്ഷകൾ വേറെ ഒന്നും തന്നെ ഇല്ല, എക്സൈസ് ഇൻസ്പെക്ടർ ഒഴികെ. ഓക്കെ, അപ്പോ ഈ പറയുന്ന 100 മാർക്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്രിലിമിനറി ഒക്കെ ആണെങ്കിൽ എന്താണ്, ഇത് മാത്രമല്ല ഒരു 10, 300, 500 വേക്കൻസികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ അറ്റ് എനി കോസ്റ്റ് വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ പോലും എബോവ് 60 നേടിയിരിക്കണം. എബോവ് 60 നേടിയിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും എബോവ് 60 നേടിയിരിക്കണം. വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ കട്ട് ഓഫ് കടക്കാനായി എബോവ് 60 നിങ്ങൾ നേടിയിരിക്കണം. എക്സലന്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 75 ഒക്കെ പിടിച്ചെടുക്കാൻ പറ്റും. 75 ഒക്കെ പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ ഇത്ര പിള്ളേരൊക്കെ ഉണ്ടോ? ഉണ്ട്. ഉള്ളത് കൊണ്ടാണല്ലോ ആദ്യത്തെ റാങ്കും ഈ പറയുന്ന ലിസ്റ്റിൽ 700 പേരൊക്കെ വരുന്നത്. എന്നിട്ടും ഇല്ലേ ലിസ്റ്റിൽ പിള്ളേര്, കട്ട് ഓഫ് കൂട്ടി വെച്ചിട്ടും പിള്ളേരില്ലേ? അപ്പൊ ആലോചിച്ചോണം എന്തുമാത്രം എഫേർട്ട് അവരെടുക്കുന്നു, പഠിക്കുന്നു എന്നുള്ളത്. ആ ഒരു എഫേർട്ട് ഈ കുറഞ്ഞ കാലം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എടുത്താൽ നിങ്ങളുടെ കാര്യങ്ങൾ ബഹുക്ഷേമമാകും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സ് വന്നിട്ട് ഇന്നിപ്പോ കോഴ്സ് ഇൻട്രൊഡക്ഷൻ ആണ്, കൊടിയേറ്റമാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞതുപോലെ. നന്ദി.